കേരളം നടുങ്ങിയ സംഭവം. 10ാം ക്ലാസ്സുകാരനെ സഹപാഠികൾ തന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കഴിഞ്ഞ മാസം 23 ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ സെന്റ് ഓഫ് പാർട്ടി. ഇതിനിടെ എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കപ്പിൾ ഡാൻസ് അവതരിപ്പിക്കുന്നു. ഫോൺ തകരാറിലായി, പാട്ട് നിന്നു, ഡാൻസ് തടസ്സപ്പെട്ടു. താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു. ഇതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഈ പ്രശ്നം അധ്യാപകർ ഇടപെട്ട് പരിഹരിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരുന്നില്ല. ഈ രണ്ട് വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ ചേർന്ന് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ വെവ്വേറെ ഉണ്ടാക്കി. ഇതിലൂടെ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ട്യൂഷൻ സെന്ററിന് സമീപം എത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ മുഹമ്മദ് ഷഹബാസ് ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവനിവിടെ എത്തുകയായിരുന്നു. പിന്നീട് കണ്ടതാണ് കൊടിയ മർദ്ദനം. 3 ഇടങ്ങളിൽ വെച്ചാണ് മർദ്ദനമേറ്റത്. സംഘർഷമുണ്ടായത്. നെഞ്ചക്ക് പോലുള്ള മാരക ആയുധം ഈ സംഘർഷത്തിൽ ഉപയോഗിച്ചതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അന്ന് വൈകുന്നേരം 6:45 സുഹൃത്തിന്റെ സ്കൂട്ടറിന്റെ പിന്നിലിരുന്നാണ് ഷഹബാസ് വീട്ടിലെത്തിയത്. പ്രത്യക്ഷത്തിൽ അവന്റെ ശരീരത്തിൽ യാതൊരു പരുക്കും ഉണ്ടായിരുന്നില്ല. പിന്നാലെ അവൻ അവശനായി. ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. സ്ഥിതി വഷളായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ എത്തിച്ചതു മുതൽ അവൻ വെന്റിലേറ്ററിലായിരുന്നു. 70% തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ. ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും പക്ഷേ പ്രതീക്ഷയില്ലെന്ന് കുടുംബങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 1-ാം തീയതി പുലർച്ചെ 12:30 അവൻ മരണത്തിന് കീഴടങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവന്നതും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. മാരകായുധം ഉപയോഗിച്ച് തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട്. ഷഹബാസിന്റെ വിയോഗം ആ നാടിനോ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബാംഗങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. വാടക വീട്ടിലാണ് ഷഹബാസ് താമസിച്ചിരുന്നത്. ആ വീടിന് ചുറ്റുമുള്ളവർക്കെല്ലാം പറയാനുള്ളത് നല്ലതു മാത്രം. നല്ല കുട്ടി, പഠിക്കാൻ മിടുക്കൻ, സഹായി, എല്ലാവരും നിറകണ്ണുകളാൽ പറയുന്നു. ഈ മോനെന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമുള്ള മോനാ. നല്ല പഠിക്കും. 10ാം ക്ലാസ്സിൽ വെക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവന് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുമെന്നും പറഞ്ഞത് എന്നോട് അവന്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള കുട്ടി കേട്ടോ. അപ്പം പറഞ്ഞു, ചേച്ചി ഞാൻ എന്തായാലും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങും. പിന്നെ ആണെങ്കിൽ എൻ്റെ ഫോൺ എന്നും നന്നാക്കൽ അവനാണ്. ഏത് ടൈമിൽ വന്നാലും അവൻ നന്നാക്കും. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നല്ല മെനിയാന്ന് അവൻ വന്നിട്ട് ചായക്ക് ഒരു കനം വാങ്ങാൻ വേണ്ടി കോരങ്ങാട് ഹോട്ടലിലേക്ക് പോയതാ. ആ പോക്ക് പോയതാ. പിന്നെ അവൻ തിരിച്ചു വന്നില്ല ഇതുവരെ. ഇപ്പം മരിച്ചു എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ. കാരണം നല്ലൊരു മോനെന്ന് വെച്ചാൽ നല്ല നിഷ്കളങ്കനായ